ഹായ്, ഈ വീഡിയോയിൽ നെബോഷ് IG-1-ന്റെ 25ാമത്തെ ഓപ്പൺ ബുക്ക് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുക. അതിൻ്റെ ഒരു ആൻസർ അത് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ബാക്കിയുള്ള ആൻസേഴ്സ് ഒന്നും ഈ വീഡിയോയിൽ പബ്ലിക്കായിട്ട് ഞാൻ കാണിക്കുന്നില്ല. ബട്ട് ഈ ലൈവ് സെഷനിൽ ഇരിക്കുന്നവരോട് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യണം. അതിൻ്റെ ആൻസേഴ്സ് ഞാൻ കാണിക്കുകയും ചെയ്യും, നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് കിട്ടണം, ബാക്കിയുള്ള റിസോഴ്സസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ക്രാഷ് പ്രോഗ്രാം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ബാക്കിയുള്ള റിസോഴ്സസുകളൊക്കെ എക്സ്ക്ലൂസീവ്ലി ഫോർ മൈ കാൻഡിഡേറ്റ്സ്. ഹായ്, ദിസ് ഈസ് നസീക്. ഞാനൊരു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ട്രെയിനറാണ്. സേഫ്റ്റി കോഴ്സസുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നിബോഷ് IGC പോലത്തെ കോഴ്സുകളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. ഏതായാലും ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യനെ കുറിച്ച് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ഇത് വളരെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സ്റ്റിൽ ചില ആളുകൾക്കൊന്നും ഈ കാര്യങ്ങൾ അറിയില്ല. ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ സിനാരിയോയെ കുറിച്ചുള്ള കാര്യങ്ങൾ, ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ വളരെ പെട്ടെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ദ ഫസ്റ്റ് പാർട്ട് IG-1, ദ സ്ട്രക്ചർ ഓഫ് ദ ക്വസ്റ്റ്യൻ പേപ്പർ രണ്ട് സ്ട്രക്ചറാണ്. ഒന്ന്, അതിനൊരു സിനാരിയോ ഉണ്ടായിരിക്കും. ആ സിനാരിയോയിൽ ഒരു വർക്ക് പ്ലേസ് എൻവയോൺമെന്റ് ഓർ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും. അതിനുശേഷം ഒരു സീരീസ് ഓഫ് ടാസ്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇതിൽ സിനാരിയോ നമ്മൾ കറക്റ്റ് മനസ്സിലാക്കണം, അതുപോലെ തന്നെ ഈ ടാസ്കുകളും നമ്മൾ കറക്റ്റ് മനസ്സിലാക്കണം. എന്നാലേ നമ്മുടെ IG-1 ആൻസർ വളരെ വൃത്തിയായിട്ട് വരും. ആദ്യം സിനാരിയോയുടെ കേസ് പറയാം. സിനാരിയോ അത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ടോപ്പിക്സുകൾ ഡിസ്കസ് ചെയ്യുന്ന ഏത് കൈൻഡ് ഓഫ് സിനാരിയോ ആയിരിക്കും. അതൊരു പക്ഷേ ഡു ഇറ്റ് യുവർ സെൽഫ് സ്റ്റോറുകളായിരിക്കും, കെമിക്കൽ പ്ലാന്റുകളായിരിക്കാം, കോൾ സെന്റേഴ്സ് ആയിരിക്കാം, ഫുഡ് ഫാക്ടറി ആയിരിക്കാം, സൂപ്പർ മാർക്കറ്റ് ആയിരിക്കാം, സ്കൂൾ ആയിരിക്കാം, ഫുട്വെയർ സ്റ്റോർ ആയിരിക്കാം, വെയർ ഹൗസ് ആയിരിക്കാം, കഫേ ആയിരിക്കാം. ഇങ്ങനെ പല ടൈപ്പിൽ ഇതുവരെ 25 ക്വസ്റ്റ്യൻ പേപ്പറിൽ പല ടൈപ്പിലുള്ള സിനാരിയോസ് ചോദിച്ചിട്ടുണ്ട്, വർക്ക് പ്ലേസ് ചോദിച്ചിട്ടുണ്ട്. ബട്ട് ഏത് വർക്ക് പ്ലേസ് ആണെങ്കിലും ഈ ക്വസ്റ്റ്യൻസ് ആർ ബേസ്ഡ് ഓൺ ദ കോഴ്സ് സബ്ജക്ട് മാറ്റർ. നിങ്ങളുടെ വർക്ക് പ്ലേസ് നോളജ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ കെമിക്കൽ പ്ലാന്റിൽ വർക്ക് ചെയ്യാത്ത ഒരാളാണ്, ബട്ട് ആ സിനാരിയോയിൽ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാത്തൊരു ടേം അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റിനെ നിങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ആൻസർ എഴുതേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ ആ സിനാരിയോയിൽ തന്നെ പറയുന്നുണ്ടായിരിക്കും. ഈവൻ നിങ്ങളൊരു ബാക്ക്ഗ്രൗണ്ട് റിസർച്ച് നടത്തേണ്ട ആവശ്യം പോലും ഉണ്ടാവില്ല ആ പെർട്ടിക്കുലർ ടോപ്പിക്കിൽ അല്ലെങ്കിൽ പെർട്ടിക്കുലർ എക്യുപ്മെന്റിൽ. ഓക്കെ, കാര്യം നമ്മുടെ ഈ കോഴ്സ് സിനാരിയോ ഡെവലപ്പ് ചെയ്യുന്ന ആളുകൾ ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോൾ തന്നെ ഈ ഒരു കാര്യം പരിഗണിക്കാറുണ്ട്. അതായത് ഒരുപക്ഷെ ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ ഇല്ലാത്ത ഒരാളായിരിക്കാം ഈ കാൻഡിഡേറ്റ്. അപ്പൊ അവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സിനാരിയോയിൽ പറയുന്നുണ്ടാകൂ. ഈ സിനാരിയോ വളരെ വൃത്തിയായിട്ട് വായിക്കണം. കാര്യം ഞാൻ എപ്പോഴും കാൻഡിഡേറ്റ്സിനോട് പറയലുണ്ട്, നിങ്ങളൊരു 3 തവണയെങ്കിലും സിനാരിയോ വായിക്കണം. അത് ഞാൻ അങ്ങനെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ സിനാരിയോയിൽ ചില ക്ലൂസുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചില സൈൻ പോസ്റ്റുകൾ ഉണ്ടായിരിക്കും. അത് സിനാരിയോയിൽ വളരെ പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റില്ല. കാര്യം ദി ആൻസർ ഈസ് നോട്ട് ഡയറക്ട്ലി പ്രൊവൈഡഡ് ബട്ട് റിക്വയർസ് ലോജിക്കൽ ഇൻഫറൻസ് ഫ്രം ദി ഇൻഫർമേഷൻ ഗിവൺ. നിങ്ങളൊരു ലോജിക്കൽ കൺക്ലൂഷൻ എപ്പോഴും ആവശ്യമായിട്ട് വരും. കാര്യം ഇപ്പൊ സിനാരിയോയില് ഒരു കാര്യം ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടായിരിക്കും. ആ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ കാര്യം എക്സാമിനർ എന്താണോ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡെവലപ്പ് ചെയ്ത ആൾ എന്താണോ ഉദ്ദേശിച്ചത്, ആ ക്ലൂ എന്താണെന്നുള്ള തിരിച്ചറിയലാണ് ഒരു കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻ ദ സിനാരിയോ പ്രൊവൈഡ് ഇൻസൈറ്റ്സ് ഇൻ ടു ദ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കൾച്ചർ. ഒരു എക്സാമ്പിൾ ആണത്. ഇപ്പൊ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കൾച്ചർ ഇതാണ് അല്ലെങ്കിൽ നെഗറ്റീവ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കൾച്ചർ ആണ് ഇവിടെ എന്ന് പറയില്ല. പകരം നെഗറ്റീവ് കൾച്ചർ ഇൻഡിക്കേറ്റേഴ്സ് ഒരുപാട് സിനാരിയോയിൽ പറയുന്നുണ്ടാവും. അപ്പൊ നമ്മളത് കൺക്ലൂഷനിലെത്തും, ഇവിടെ കൾച്ചർ നെഗറ്റീവ് ആണ് എന്നുള്ളത്.
So understanding and interpreting the clues is necessary to give correct technical answers. നിങ്ങൾ ആ കറക്റ്റ് ക്ലൂസ് എന്താണ് അല്ലെങ്കിൽ കറക്റ്റ് സൈൻ പോസ്റ്റുകൾ എന്താണ് എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സിന്റെ അണ്ടറിലുള്ള ടെക്നിക്കൽ ആൻസേഴ്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടില്ലെങ്കിലാണ് നിങ്ങളുടെ മാർക്ക് കുറയുന്നത്. ഞാൻ ഒന്നും കൂടെ പറയാം. ഈ സിനാരിയോയുടെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഷോ യു, ഇറ്റ് വോണ്ട് ടെൽ യു. ആ കാര്യങ്ങളൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഷോ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അത് ഒന്നും ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല. The scenario does not explicitly state certain aspects but provides indicators for interpretation. Logical inference and understanding of health and safety culture are required. ഒരു കോമൺ ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. എന്തായാലും നിങ്ങളുടെ അടുത്ത എക്സാമിന് പ്രതീക്ഷിക്കാം ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കൾച്ചർ. പക്ഷെ ആ കൾച്ചറിന്റെ പറയുന്നത് നമ്മുടെ ലോജിക്കൽ കൺക്ലൂഷൻ വേണ്ടി വരും പലപ്പോഴും. ഞാനത് പറയാം എങ്ങനെയാണ് അത് ആൻസർ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതുപോലെ തന്നെ ജസ്റ്റിഫിക്കേഷൻ ഓഫ് കൺക്ലൂഷൻസ് യൂസിങ് എവിഡൻസ് ഫ്രം ദ സിനാരിയോ ഈസ് നെസസറി. നമ്മൾ ആൻസർ പറയുന്ന സമയത്ത് ചില ക്വസ്റ്റ്യൻസിന് നമ്മൾ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കേണ്ടി വരും. ആ ജസ്റ്റിഫിക്കേഷൻ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് കിട്ടും. അതുകൊണ്ടാണ് സിനാരിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വായിക്കണം. ഇവിടെ എവിടെയെങ്കിലും ഹിഡൻ മീനിങ്ങുകൾ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുന്നത് വരെ നിങ്ങൾ ഈച്ച് ആൻഡ് എവറി ലൈൻ വായിക്കണം. ദെൻ ഈ അസസ്മെന്റ് ഇപ്പോൾ ചില ആളുകൾ എഴുതിയിട്ടുണ്ട് മാർക്ക് കിട്ടുന്നില്ല എന്നെപ്പോഴും പറയുന്നൊരു കംപ്ലൈന്റ് ആണ്. ഓക്കെ, ഈ ലൈവിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഞാൻ എന്തായാലും ഈ ഒരുപക്ഷെ ഈ പബ്ലിക് വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ടാവില്ല. അറ്റ് ദി എൻഡ് ഓഫ് ദിസ് പബ്ലിക് വീഡിയോ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ആൻസറിൽ മാർക്ക് കുറഞ്ഞു പോകുന്നത് എന്നുള്ളത്. മുമ്പ് എഴുതിയ ആൻസർ പേപ്പറിന്റെ ബേസിൽ. അപ്പോൾ ഇതിന്റെ എയിം ഓഫ് ദി അസസ്മെന്റ് എന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ടോപ്പിക്സുകൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ എയിം ഓഫ് ദി എക്സാമിനേഷൻ. ഒരിക്കലും റീഡിങ് എബിലിറ്റി ടെസ്റ്റ് ചെയ്യലല്ല. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു നോർമൽ റീഡിംഗ് ടെസ്റ്റ് പോലെ നിങ്ങൾക്ക് ഒരു സിനാരിയോ തന്നു, ആ സിനാരിയോയിലുള്ള കാര്യങ്ങൾ അതുപോലെ ചോദിക്കുന്നു. ഇപ്പൊ ചില കാര്യങ്ങൾ അതുപോലെ ചോദിക്കുന്നുണ്ടാകും, ബേസ്ഡ് ഓൺ ദ സിനാരിയോ ഉള്ളിലുള്ള ക്വസ്റ്റ്യൻ അതുപോലെ ചോദിക്കുന്നുണ്ടാകും. ബട്ട് ദ തിങ്, ഇതിൽ നിങ്ങളുടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഇന്റർപ്രിട്ടേഷൻ കൂടെ അതിൽ ഉൾപ്പെടുത്തണം ആൻസറിൽ, എന്നാലേ നിങ്ങൾക്ക് അതിന് മാർക്ക് കിട്ടും. എല്ലാ സ്ഥലത്തും അല്ല, ബട്ട് മോസ്റ്റ് ഓഫ് ദ കേസസ്. അതുപോലെ തന്നെ ഫൈൻഡിങ് കീവേഡ്സ് ഇൻ ദ ടെക്സ്റ്റ് ഈസ് നോട്ട് സഫിഷ്യന്റ്. അപ്ലൈയിങ് നോളജ് ടു ദ ഫാക്ട് ഈസ് expected from all of you, and make a logical inference from the information given. Understanding is shown through the application of knowledge to draw conclusion. Okay, അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല, ബട്ട് ഒരു ഭാഗത്ത് ഒരു കാര്യം പറയുന്നുണ്ടാവും, പിന്നെ കുറെ കഴിഞ്ഞിട്ട് വേറെ കാര്യം പറയുന്നുണ്ടാവും. അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മുടെ ലോജിക് അപ്ലൈ ചെയ്യുമ്പോഴേ നമ്മളൊരു ആ ഒരു കൺക്ലൂഷനിൽ എത്തുന്നുണ്ടാവുന്നു. പല കാര്യങ്ങളും നമുക്ക് അങ്ങനെ ആയിരിക്കും അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നത് സിനാരിയോയുടെ ഒരു ആകത്തൊക്കെ പറയുകയാണെങ്കിൽ. പിന്നെ ക്വസ്റ്റ്യനെ എന്താണ് സിനാരിയെ കുറിച്ച് പെട്ടെന്ന് പറയാനുള്ളത്. ഇനി ക്വസ്റ്റ്യനെ കുറിച്ച് പറയാനുള്ളതെങ്കിൽ ദ റേഞ്ച് ഓഫ് ക്വസ്റ്റ്യൻ അലൈൻസ് വിത്ത് ദ ലേണിംഗ് ഔട്ട്കം ടോപ്പിക്സ് ഇൻ ദ സിലബസ്. എല്ലാ ക്വസ്റ്റ്യനും നിങ്ങളുടെ ലേണിംഗ് ഔട്ട്കംസിന്റെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സിന്റെ അണ്ടറിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓൾ ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് ഏത് ലേണിംഗ് ഒബ്ജക്റ്റീവ്സിന്റെ അണ്ടറിലാണ് അത് ചോദിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കണം. ഓക്കെ, ഞാനത് കാണിച്ചു തരാം, ബട്ട് നോട്ട് ഇൻ ദ പബ്ലിക് വീഡിയോ. ഞാനത് കാണിച്ചു തരാം ഓരോ ലേണിംഗ് ഒബ്ജക്റ്റീവ്. ഓൾറെഡി ഞാൻ അത് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വീണ്ടും ആ വീഡിയോ പറയുന്നില്ല. Questions may focus on individual learning outcomes or combine multiple outcomes. ഒരു പക്ഷേ ചില ക്വസ്റ്റ്യന് ഒരു ലേണിംഗ് ഔട്ട്കം മാത്രം ഫോക്കസ് ചെയ്തിട്ടായിരിക്കും അത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുക. അപ്പൊ അത് കമ്പാരിറ്റീവ്ലി ഈസിയാണ് നമുക്ക് ആൻസർ ചെയ്യാൻ. കാര്യം ആ ടോപ്പിക് മാത്രം നോക്കിയിട്ട് അവിടെയുള്ള പോയിന്റ്സുകൾ എന്തൊക്കെയാന്ന് നോക്കിയാൽ മതി. പക്ഷെ ചില ക്വസ്റ്റ്യൻ വൺ ഓർ മോർ ക്വസ്റ്റ്യൻസിന് അല്ലെങ്കിൽ ലേണിംഗ് ഔട്ട്കംസിനെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ആ ക്വസ്റ്റ്യൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് മാത്രം നോക്കിയാൽ പോരാ, എവിടൊക്കെ ഈ ടച്ച് ചെയ്യുന്നുണ്ട് ആ ക്വസ്റ്റ്യൻ അതൊക്കെ നമ്മൾ റെഫർ ചെയ്തിട്ട് വേണം ആൻസർ ഡെവലപ്പ് ചെയ്യാൻ. കാര്യം കോംപ്ലക്സ് വർക്ക് പ്ലേസ് സിറ്റുവേഷൻ ഉണ്ടായിരിക്കും നിങ്ങളുടെ റിയൽ ലൈഫിൽ. എപ്പോഴും വർക്ക് പ്ലേസ് എന്താവില്ല, ഒരു സിമ്പിൾ അപ്രോച്ച് ആവില്ല.
അപ്പൊ ആ കോംപ്ലക്സ് വർക്ക് പ്ലേസ് സിറ്റുവേഷന് ഉള്ളതുകൊണ്ട് നിങ്ങളുടെ അവിടെ എങ്ങനെയാണോ ആ ഒരു കോംപ്ലക്സിറ്റി മാനേജ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യനിലും ആ ഒരു കോംപ്ലക്സിറ്റി ഉണ്ടാകും എന്നുള്ളതാണ് നിബോഷ് പറയുന്നത്. ഏതായാലും ഇതൊക്കെ ആൻസർ ചെയ്യുന്നത് മാർക്ക് സ്കീമിന്റെ ബേസിലാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ആൻസർ സ്കീമിന്റെ ബേസിലാണ്. ആൻസർ സ്കീം, മാർക്ക് സ്കീം, ദാറ്റ് ഈസ് കോൺഫിഡൻഷ്യൽ, ദാറ്റ് ഈസ് ഗിവൺ ടു ദ എക്സാമിനേഴ്സ് ഓൺലി. അവരാണ് ഈ ആൻസേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ആൻസർ സ്കീമിൽ നിങ്ങളുടെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അത് ദേ കണ്ടെയ്ൻ ദ റേഞ്ച് ഓഫ് കറക്റ്റ് ആൻസേഴ്സ്, the range of correct answers based on the questions and scenario interpretation. അപ്പൊ നിങ്ങളെ ഈ പെർട്ടിക്കുലർ സിനാരിയോക്ക് വേണ്ടിയിട്ടുള്ള അതിന്റെ കറക്റ്റ് ആൻസേഴ്സ് ആയിരിക്കും ഈ ആൻസർ സ്കീമിൽ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ മാർക്ക് സ്കീമിൽ ഉണ്ടായിരിക്കുക. നിങ്ങളുടെ മാർക്ക് സ്കീമിനും നിങ്ങളുടെ ആൻസറും അലൈൻ ചെയ്തു വന്നാൽ, ഒരു പോയിന്റ് അലൈൻ ചെയ്തു വന്നാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും, ഒരു മാച്ച് ചെയ്തു വന്നാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഓരോ പോയിന്റ് മുതൽ മാച്ച് ചെയ്താൽ മാത്രമേ മാർക്ക് കിട്ടൂ. അത് മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. അതാണ് ഇപ്പൊ ചില ആളുകൾ ഫെയിലായി പോയിട്ട് റിവാലുവേഷന് പോകും. കാര്യം ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. റിവാലുവേഷന് പോകുമ്പോഴും ഇതേ മാർക്ക് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മാർക്ക് കുറയും, ഒരു മാർക്ക് ചിലപ്പോൾ കൂടും. വലിയൊരു മേജർ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അയാൾ എക്സ്പെക്ട് ചെയ്ത മാർക്ക് കിട്ടില്ല. അതിന്റെ കാര്യം ഇതാണ്, മാർക്ക് സ്കീമിന് മാച്ച് ചെയ്തിട്ടായിരിക്കണം നിങ്ങളുടെ ആൻസർ ഉണ്ടായിരിക്കേണ്ടത്. Then, mark schemes are developed alongside the question and learning objectives and undergo multiple review cycles. നെബോഷ് പറയുന്നത് ഇത് ഒരുപാട് റിവ്യൂ സൈക്കിൾസ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ആൻസർ സ്കീം ഡെവലപ്പ് ചെയ്ത് ഫൈനലൈസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എഴുതേണ്ട ലേണിംഗ് ഒബ്ജക്റ്റീവ്സിന്റെ അണ്ടറിൽ എഴുതേണ്ട ശരിയുത്തരങ്ങളൊക്കെ ഇതിലുണ്ടായിരിക്കും. ഒന്നുകൂടി പറയാം, ലേണിംഗ് ഒബ്ജക്റ്റീവ്സിന്റെ അണ്ടറിൽ എഴുതേണ്ട ശരിയുത്തരങ്ങളൊക്കെ ഇതിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ ഇവിടെ പലപ്പോഴും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് PEE പ്രിൻസിപ്പിൾ. ഇതിങ്ങനെ എഴുതുമ്പോഴേ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. മോസ്റ്റ് ഓഫ് ദ കേസസ്, നോട്ട് ഇൻ ഓൾ കേസസ്. കാരണം ചില കേസസ് ഒക്കെ അത് കോണ്ടെക്സ്റ്റ് നോക്കിയിട്ട് ദാറ്റ് വുഡ് ബി വെരി ഈസി ടു ആൻസർ. അതേസമയം ചില ക്വസ്റ്റ്യൻസിനെ ഇപ്പൊ നിങ്ങളോട് എന്തെങ്കിലും ജസ്റ്റിഫൈ ചെയ്യാൻ പറയാണ്, അല്ലെങ്കിൽ നിങ്ങളോട് പറയുന്നു സിനാരിയോന്ന് ഇൻഫോർമേഷൻ എടുത്തിട്ട് നിങ്ങളുടെ ആൻസറിന് സപ്പോർട്ട് ചെയ്യാൻ പറയുന്നു. അപ്പൊ അവിടെയൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ്, ദ വേ ഓഫ് ആൻസറിങ് ആണ് PEE പ്രിൻസിപ്പിൾ. ആദ്യം നിങ്ങളൊരു പോയിന്റ് പറയും. ഓക്കെ, ദ പോയിന്റ് ടു ബി മെയ്ഡ്. But this is not simply retrieved from the scenario, but arrived through logical inference from the scenario and the scenario. Evidence in the scenario. അതായത് ജസ്റ്റ് സിനാരിയോയിൽ പറഞ്ഞ സാധനം കോപ്പി പേസ്റ്റ് ചെയ്യലല്ല. സംടൈംസ് അതങ്ങനെ ആയിരിക്കും, ബട്ട് ലോജിക്കൽ കൺക്ലൂഷനിൽ എത്തിയിട്ടുള്ള ഒരു പോയിന്റ് ആയിരിക്കണം അത്. കാരണം സിനാരിയോയിൽ ഒരു ഭാഗത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാകും, കുറെ ലാസ്റ്റത്തെ പാരഗ്രാഫിൽ ചിലപ്പോൾ വേറെ കാര്യം പറഞ്ഞിട്ടുണ്ടാവും. അത് രണ്ടും കൂടെ നമ്മൾ ലോജിക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എത്തുന്ന ഒരു കൺക്ലൂഷൻ ഉണ്ട്. അതാണ് അവിടുത്തെ പോയിന്റ്. ആ പോയിന്റ് പറയാം. ഓക്കെ, എന്നിട്ട് അതിന്റെ എവിഡൻസ് ഫ്രം ദ സിനാരിയോ പറയാം. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ഇങ്ങനെ വളരെ ജനറിക് ആയി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പൊ ഒരു ഈ മെയ് 2023 ക്വസ്റ്റ്യനിൽ ഒരു ചോദ്യം ഉണ്ടെന്ന് സപ്പോസ് വിചാരിക്കും, കമ്മ്യൂണിക്കേഷനെ കുറിച്ചുള്ള ചോദ്യമുണ്ട്. അപ്പൊ നിങ്ങൾ പറയുന്നു അവിടെ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് പുവർ. ഓക്കെ, അതൊരു പോയിന്റാ. ആ പോയിന്റ് നിങ്ങൾ എങ്ങനെ എത്തിയത്? അത് നിങ്ങൾ ലോജിക്കൽ കൺക്ലൂഷനിൽ നിന്നാണ് എത്തിയിട്ടുള്ളത്. കാര്യം സിനാരിയോയിൽ പല ഭാഗത്ത് ഈ വെർബൽ കമ്മ്യൂണിക്കേഷൻ വീക്കായ കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ എവിടെ എന്ത് പറഞ്ഞിട്ടില്ല? വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് വീക്ക് ഇൻ ദ സിനാരിയോ അല്ലെങ്കിൽ വീക്ക് ഇൻ ദ വർക്ക് പ്ലേസ് പറഞ്ഞിട്ടില്ല. ബട്ട് അത് നമ്മൾ എത്തിയിട്ടുള്ള കൺക്ലൂഷനാണ്. ആ കൺക്ലൂഷൻ അങ്ങനെ പറഞ്ഞാൽ മതിയാവില്ല, അതിന്റെ കാരണം ബിക്കോസ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ എവിഡൻസ് പറയാം. ഓക്കെ, എന്നിട്ട് ചിലപ്പോ ചില സ്ഥലത്ത് അതിന്റെ ഒരു എക്സ്പ്ലനേഷനും വേണ്ടി വരും. കാര്യം ഈ ഒരു മീറ്റിങ്ങുകൾ നടക്കുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് നടന്നു. ആ ഇൻസിഡന്റിൽ ഇപ്പോൾ ഈ കഫേ വർക്ക് പ്ലേസിൽ നടക്കുന്ന ഒരു സംഭവം ഉണ്ട്. ഞാൻ സിനാരിയോ ഇപ്പൊ പറഞ്ഞില്ല, സിനാരിയോ അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ടാബിൾ ഉള്ളിലേക്ക് മാറ്റിയിടാൻ പറയുന്നു. സോ അങ്ങനത്തെ ഒരു വർക്ക് പ്ലേസ് ചേഞ്ച് നടക്കുന്നുണ്ട്. അപ്പൊ ആ വർക്ക് പ്ലേസ് ചേഞ്ചിന്റെ ബേസിലുള്ള ഒരു ഇൻഫർമേഷനോ അല്ലെങ്കിൽ ഒരു വെർബൽ കമ്മ്യൂണിക്കേഷനോ ഒന്നും കൊടുത്തിട്ടില്ല.
ഓക്കെ, അതായിരിക്കാം ഒരു പക്ഷേ നിങ്ങളുടെ എക്സ്പ്ലനേഷൻ. മനസ്സിലായോ? അല്ലെങ്കിൽ നിങ്ങളുടെ എവിഡൻസ് അതായിരിക്കും, അതായി പറയാം. ഇത് തന്നെ ആയിരിക്കണം എവിഡൻസ്, ഇത് തന്നെ ആയിരിക്കണം എക്സ്പ്ലനേഷൻ. ഇല്ല, ഇതൊക്കെ നിങ്ങളുടെ ഒരു ലോജിക് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് ഉണ്ടാവും. എന്തായാലും ദ റീസൺ ഓർ ദ റീസൺസ് വൈ ദ എവിഡൻസ് സപ്പോർട്ട്സ് ദ പോയിന്റ്, ദിസ് ഇസ് നോട്ട് റിട്രീവ്ഡ് ഫ്രം ദ സിനാരിയോ ബട്ട് ഈസ് എ വേ ഓഫ് ലോജിക്കലി കണക്ടിങ് ദ പോയിന്റ് മെയ്ഡ് വിത്ത് ദ എവിഡൻസ്. ഇറ്റ് പ്രൊവൈഡ്സ് ദ സോ വാട്ട്. ഓക്കെ, അതിനുള്ളൊരു ആൻസർ ആയിരിക്കണം എക്സ്പ്ലനേഷൻ. ഒന്നുകൂടെ പറയാം, യു വിൽ നോട്ട് ഹാവ് ടു യൂസ് ദ PEE ടെക്നിക് ഫോർ ഓൾ ആൻസേഴ്സ്. കാര്യം എന്താ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കോണ്ടാക്ട്. സംടൈംസ് the questions will be very easy to write, sometimes it very direct questions. പക്ഷെ എല്ലാപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അതിന് മുമ്പ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ യു ക്യാൻ സബ്സ്ക്രൈബ് ദ ചാനൽ. എന്തെങ്കിലും ഇതിന് റിലേറ്റഡ് ക്വയറീസ് ഉണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ് ഡൗൺ ബിലോ. പിന്നെ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ക്രാഷ് പ്രോഗ്രാം പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ കോണ്ടാക്ട് മീ ഡയറക്ട്ലി. സോ ഇതൊക്കെയാണ് ഒരു ജനറിക് ആയിട്ട് ഈ നിങ്ങളെ IG1 കുറിച്ച് പറയാനുള്ളത്. ഇനി ഞാൻ ഈ മെയ് 2023 ക്വസ്റ്റ്യൻ പേപ്പർ കാണിക്കണം എനിക്ക് തോന്നുന്നില്ല. കാര്യം ഓൾറെഡി ഇവിടെ ലൈവിലിരിക്കുന്നവരൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് കണ്ടു പഠിച്ചവരാണ്. ഞാൻ അതിൻ്റെ ഒരു സമ്മറി കാണിക്കാം. ഓക്കെ, ഒരു നിമിഷം. ഓക്കെ, നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടതിന് വേണ്ടിയിട്ടുള്ള സിനാരിയോയിൽ നിന്നുള്ള സമ്മറി മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. ഫുൾ സിനാരിയോ എക്സ്പ്ലെയിൻ ചെയ്താൽ ഒരുപാട് സമയം പോകും, നിങ്ങളുടെ ടൈം ഞാൻ വേസ്റ്റ് ചെയ്യുന്നില്ല. ഇതൊരു കഫേ. കഫേയിൽ 7 ദിവസം 7 days എ വീക്കാണ് വർക്ക് ചെയ്യുന്നത്. മുമ്പ് ഇത് 5 days എ വീക്ക് ആയിരുന്നു, ബട്ട് ഇറ്റ് ഹാസ് ചേഞ്ച്ഡ് റീസെന്റ്. പാർട്ട് ടൈം ഷിഫ്റ്റ് മാനേജർ ഉണ്ട് അവിടെ. ഷിഫ്റ്റ് മാനേജറെയാണ് SM എന്ന് പറയുന്നത്. മാനേജിങ് ഇറ്റ് ഫോർ ദ റിമൈനിങ് 2 days. Then the cafe is located in a renovated building on a busy shopping street with a service counter, indoor seating areas and a patio. അപ്പോൾ പുറത്ത് ഇരിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്, അതുപോലെ തന്നെ ഇൻഡോർ സീറ്റിംഗ് ഏരിയ ഉണ്ട്. And the new shift manager focuses on serving more customers quickly, disregarding concern about the increased workload and worker well-being. അതാണ് സിനാരിയോയുടെ ആകത്തുക. ഷിഫ്റ്റ് മാനേജർ എല്ലായ്പ്പോഴും പ്രിയോറിറ്റി കൊടുക്കുന്നത് ബിസിനസ്സിലാണ്, പ്രോഫിറ്റിലാണ്, നോട്ട് ഇൻ ടു ദ വർക്കേഴ്സ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. അതുപോലെ തന്നെ ഇതിന്റെ ഓണർ, അയാൾ ഒരു ദിവസം ഒരു കോഫി മെഷീൻ ഫോൾട്ട് ആയത് കാണുന്നു. ഇത് കണ്ട ഈ ഓണർ instruct the shift manager to supervise a contractor for the repairs, but the SM fails to respond. I'm sorry. അത് സിനാരിയോയിൽ പറയുന്നുണ്ട്, വിളിച്ചിട്ട് പറയുന്നു, ഫോൺ വിളിക്കുന്നു, മെസ്സേജ് ചെയ്യുന്നു ഒക്കെ. അതൊക്കെ ആ ഭാഗങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കി. അപ്പൊ കോൺട്രാക്ടർ സൂപ്പർവൈസ് ചെയ്യണം, ഇങ്ങനെ ഒരു കോഫി മെഷീൻ ഡാമേജ് ആയിട്ടുണ്ട് എന്ന് പറയുന്നു. അത് റെസ്പോണ്ട് ചെയ്യുന്നതിൽ ഷിഫ്റ്റ് മാനേജർ ഫെയിൽ ആയി പോകുന്നു. On the day of the contractor's arrival, the shift manager instructs a worker to bring in outdoor furniture despite limited space. ഷിഫ്റ്റ് മാനേജർ വരുന്ന സമയത്ത്, ഈ കോൺട്രാക്ടർ വരുന്ന ദിവസം അന്ന് മഴയുണ്ടായിരുന്നു. മഴയുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ പുറത്ത് ഔട്ട്ഡോർ ഫർണിച്ചേഴ്സ് ഒക്കെ ആളുകൾ ഇരിക്കുന്നത് എല്ലാവരും ഉള്ളിലേക്ക് വരാൻ തുടങ്ങി, ബിക്കോസ് ഓഫ് ദ റൈൻ. അങ്ങനെ ഈ ഇൻഡോറിലേക്ക് ഈ ഫർണിച്ചർ, ടേബിളും ചെയറൊക്കെ കൊണ്ടിടാനായിട്ട് നിങ്ങളോടാണ് ആവശ്യപ്പെട്ടു തോന്നുന്നത്. യു ആർ എ വർക്കർ, യു ആർ ജസ്റ്റ് എ വർക്കർ ഇൻ ദ സിനാരിയോ. അങ്ങനെ the worker sets up the furniture and the contractor arrives and unaware of their specific task. ഇവർ ഈ പെർട്ടിക്കുലർ ടാസ്കിൽ ഇപ്പൊ ഈ മെഷീനെ കുറിച്ച്, ഇപ്പൊ ഫോൾട്ടി മെഷീനെ കുറിച്ചൊന്നും എന്തെല്ലാം
ഇവിടെ പർട്ടിക്കുലർ വർക്ക് പ്ലേസിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തവരാണ് ഇവർ. കാര്യം ഇവർ കുറേ മുമ്പ് വന്നിട്ടുണ്ട്, ബട്ട് ഇവിടെ റീസെന്റ് ആയിട്ട് റിനോവേഷൻ നടന്നിട്ടുണ്ട്. അത് വന്നത് മാത്രമല്ല, വളരെ റീസെന്റ് ആയിട്ട് എന്തായിട്ടുണ്ട് ഇവിടെ അറേഞ്ച്മെന്റ്സ് ഇൻ ടേംസ് ഓഫ് ചെയർ ലൊക്കേഷൻ, ഇൻ ടേംസ് ഓഫ് ടേബിൾസ് ഒക്കെ മാറിയിട്ടുണ്ട്. ഇതൊന്നും അറിയാത്തൊരു ആള് എന്ത് ചെയ്യുന്നു, വർക്ക് പ്ലേസിലേക്ക് വരുന്നു. ഓക്കെ, അയാൾക്ക് ടാസ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അയാൾ സമ്മതം കൊടുക്കുന്നു. എങ്ങനെ? ദ ഷിഫ്റ്റ് മാനേജർ വാസ് ടു ബിസി ടു സൂപ്പർവൈസ് ദ കോൺട്രാക്ടർ ആൻഡ് ദ ഷിഫ്റ്റ് മാനേജർ ആസ്ക്സ് ദ വർക്ക് ടു ഓവർസീ ദ കോൺട്രാക്ടേഴ്സ് വർക്ക്. ആരെയാണ്? ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു ഇൻകോമ്പിറ്റന്റ് ആയിട്ടുള്ള ഒരു വർക്കറോട് എന്ത് ചെയ്യുന്നു, ഈ ആ കോൺട്രാക്ടർ വർക്ക് ഒന്ന് സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി പറയുന്നു. ഈവൻ ഒരു ഫസ്റ്റ് മീറ്റിംഗ് പോലും ഷിഫ്റ്റ് മാനേജർ ചെയ്തിട്ടില്ല. അവിടെ ഒരു കാര്യമുണ്ട്, ഷിഫ്റ്റ് മാനേജറോട് ഓണർ പറഞ്ഞതാണ് യു മസ്റ്റ് സൂപ്പർവൈസ് ദി ആക്ടിവിറ്റി എന്ന് പറഞ്ഞതാണ്. അപ്പൊ അതിനെ എന്താ ചെയ്താണ്, ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഈ ഷിഫ്റ്റ് മാനേജർ എന്ത് ചെയ്തത്, ഈ വർക്കറോട് ഓവർസീ ചെയ്യാൻ പറഞ്ഞത്. An accident occurs when a worker trips over a step, spilling whole drinks and causing burns. ഈ പുതിയ ടേബിളും ചെയർ ഉള്ളിലേക്ക് ഇട്ട കാരണം ഒരു വർക്കർ പെട്ടെന്ന് ഇത് അറിയാതെ വരുന്നു. പെട്ടെന്നാണ് ഈ ടേബിൾ കാണുന്നത്. അയാൾ പെട്ടെന്ന് പെട്ടെന്ന് തിരിയുന്നു. ദെൻ ഈ ട്രിപ്പാകുന്നു. ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു അവിടെ, അതിൽ തട്ടിയിട്ട് ട്രിപ്പാകുന്നു. ദി ഇൻജേർഡ് വർക്കർ റിസീവ് ഫസ്റ്റ് എയ്ഡ് ഫ്രം എ നിയർ ബൈ വർക്കർ വിത്ത് ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ്. അപ്പോൾ അവിടെ ഉള്ളതിൽ നിങ്ങളാണ് ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് കിട്ടിയ ഒരാള്, നിങ്ങൾ മാത്രമാണ്. നിങ്ങൾ തന്നെ തോന്നുന്നുണ്ട്. ഞാൻ സിനാരിയോ ഓക്കെ. ആരായിരുന്നു ഫസ്റ്റ് എയ്ഡർ? നിങ്ങളായിരുന്നോ? ആർക്ക് ഓർമ്മ ഉള്ളത്? ഓക്കെ. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. ദെൻ SM ഫെയിൽസ് ടു കംപ്ലീറ്റ് ആക്സിഡന്റ് ബുക്ക്. പക്ഷെ ആക്സിഡന്റ് ബുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. അപ്പോഴും അയാൾ എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അയാള് ഓണറോട് നോട്ടിഫൈ ചെയ്യുന്ന പോലുമില്ല, അതും അയാൾ മറക്കുന്നു. ദ വർക്കർ ഇൻഫോംസ് ദ ഓണർ അബൌട്ട് ദ ആക്സിഡന്റ് ഹു എക്സ്പ്രസ്സസ് കൺസേൺസ് ആൻഡ് പ്ലാൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. ഇതേ സമയം നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ ഓണറെ കാര്യങ്ങൾ അറിയിക്കുന്നു, അല്ലെങ്കിൽ വർക്കറെ കാര്യങ്ങൾ അറിയിക്കുന്നു. അയാളുടെ കൺസേണുകൾ പറയുന്നു, പ്രശ്നങ്ങൾ പറയുന്നു, ഇൻവെസ്റ്റിഗേഷന്റെ ഫർദർ പ്രൊസീജിയേഴ്സുകളൊക്കെ പറയുന്നു, അതൊക്കെ ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഒരു സിനാരിയോയെ കുറിച്ച് ഒരു ഓവറോൾ പറയാനുള്ളത്. ഓക്കെ, ഇതാണ് സിനാരിയോ, ഡീറ്റെയിൽ ആയിട്ടുള്ള സിനാരിയോ. ഓക്കെ, ഐ എം നോട്ട് ഷോയിങ് ഇറ്റ്. ഇതിൽ ഫസ്റ്റ് ടാസ്ക്, അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ടാസ്ക് 1, മാനേജിങ് ദി കോൺട്രാക്ടർ ഓൺ സൈറ്റ്. എല്ലായ്പ്പോഴും ഇങ്ങനൊരു ഹെഡിങ് ഉണ്ടായിരിക്കും. ചില സമയത്ത് ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കും. നിങ്ങൾ ഇതിൽ വളരെ ഇങ്ങനെ ആഴത്തിൽ ചിന്തിക്കൊന്നും വേണ്ട, എന്നാലൊരു ഓവറോൾ ഐഡിയ കിട്ടാനാണ് ഈ ടോപ്പിക്ക് തരുന്നത് എന്നാണ് നെബോഷ് ഗൈഡ് ലൈൻസിൽ പറയുന്നത്. പക്ഷെ ചിലപ്പോഴൊക്കെ ഈ ഒരു ഹെഡിങ് ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പം ഈ ചോദ്യത്തിൽ നിന്ന് ചെറിയൊരു ഡീവിയേഷൻ ഉണ്ടായിരിക്കും ഈ ഹെഡിങ്. അപ്പൊ കാൻഡിഡേറ്റ്സ് ഈ ഹെഡിങ്ങിന്റെ ബേസിൽ എഴുതാൻ പോയാൽ എന്ത് ചെയ്യും, ഡീറ്റെയിൽഡ് ആൻസർ വരില്ല. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, വാട്ട് വാസ് ഇൻഎഫക്റ്റീവ് അബൌട്ട് ഹൗ ദ SM ഷിഫ്റ്റ് മാനേജർ മാനേജ്ഡ് ദ കോൺട്രാക്ടേഴ്സ് വൈൽ ഓൺ സൈറ്റ് അറ്റ് ദ കഫേ. 10 മാർക്കിനാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു നോട്ട് ഉണ്ട്, യു ഷുഡ് സപ്പോർട്ട് യുവർ ആൻസർ യൂസിങ് റെലവൻറ്റ് ഇൻഫർമേഷൻ ഫ്രം ദ സിനാരിയോ. ടാസ്ക് നമ്പർ 1, ഇതില് ഇങ്ങനെ ഒരു സിനാരിയോ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്കറിയും, നിങ്ങൾ സിനാരിയോ ഇപ്പോൾ 3 തവണയെങ്കിലും വായിച്ചിട്ടുണ്ട്. കാര്യം സിനാരിയോ 3 തവണ വായിച്ച് അതിൽ ഹൈലൈറ്റ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതാ. പിന്നെ ഈ ക്വസ്റ്റ്യൻ കണ്ടാലേ ഈ പാട്ട് എന്നുള്ള ടേമിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ, അങ്ങനെ ചിന്തിക്കും ചിലപ്പോൾ നമ്മൾ. പക്ഷെ നെബോഷിന് ഗൈഡ് ലൈൻസ് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ കീവേഡ് എന്ത് ചെയ്യണ്ട, ഇതുപോലത്തെ ഫസ്റ്റ് ടേം അതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കണ്ട. അതേസമയം അതിൻ്റെ ഒരു ഇംഗ്ലീഷ് മീനിങ് ഉണ്ടല്ലോ, അതെന്താണോ അത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അത് ഞാൻ അങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ മുമ്പ് നെബോഷിന്റെ പഴയ സിലബസിൽ എഴുതിയ ആളുകൾക്ക് ഈ ക്വസ്റ്റ്യൻ കീവേഡ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അന്നത്തെ സിലബസിൽ. ഓക്കെ, അതായത് 2014 സ്പെസിഫിക്കേഷൻ വരെ ഇത് അങ്ങനെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. 2018 സെപ്റ്റംബറിൽ വന്ന സ്പെസിഫിക്കേഷനിൽ പിന്നെ ഇത്
അങ്ങനെ ക്വസ്റ്റ്യൻ കീവേഡിൽ നിന്നും വലിയ ഒരു കാര്യമില്ലാതായി മാറി. ഐ മീൻ ലൈക്ക് ഇപ്പോൾ പല കീവേഡ്സ് ഉണ്ട്, ഞാനിത് പറഞ്ഞ് കൂടുതൽ കൺഫ്യൂഷൻ ആക്കുന്നില്ല, ലീവ് ഇറ്റ്. സോ നമ്മൾ എന്താണ് അതിന്റെ ഇംഗ്ലീഷ് മീനിങ് അത് ചിന്തിച്ചാൽ മതി. ബട്ട് അത് പോയിന്റ് എഴുതുമ്പോൾ ഉള്ള ആ ഒരു ഡെവലപ്മെന്റിലൊക്കെയാണ് നമ്മുടെ കൂടുതൽ ഫോക്കസ് വരേണ്ടത്. ഇൻഎഫക്റ്റീവ് അബൌട്ട് ദ ഹൗ. അപ്പോൾ ഇവിടുത്തെ ഒരു എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇവിടുത്തെ ഒരു കീവേഡ് എന്നുള്ള ഇൻഎഫക്റ്റീവ് എന്നുള്ള ഒരു ടേമാണ്. ഓക്കെ, കാര്യം എന്താണ് SME ഇൻഎഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്തത് എന്നുള്ളതാണ് സിനാരിയോയിൽ നോക്കിയിട്ട് പറയേണ്ടത്. ഞാൻ സിനാരിയോയുടെ സമ്മറി ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ സിനാരി കാണുമ്പോഴേ ഇവിടെ ഇയാൾ അത് ചെയ്തിട്ടില്ല, ഇത് ചെയ്തിട്ടില്ല, ഇതൊക്കെ പറയാൻ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഞാൻ ഡീറ്റെയിൽ സിനാരിയോ എന്നല്ല, സമ്മറി എന്നാണ് കാണിക്കുന്നത്. പക്ഷെ ഇതിങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. ഓക്കെ, ഒന്നും കൂടി പറയാം. ഇത് ഇങ്ങനെ തന്നെ നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ റീഡിങ് എബിലിറ്റി മാത്രമേ അവിടെ ചെക്ക് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ചില ക്വസ്റ്റ്യന് ചിലപ്പോൾ നിങ്ങളുടെ റീഡിങ് എബിലിറ്റി മാത്രമാണോ തോന്നിപ്പോകും. പക്ഷെ അവിടെയും നമ്മുടെ ഒരു ലോജിക്കൽ ഇൻഫറൻസ്, ലോജിക്കൽ കൺക്ലൂഷൻ അത് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. പലപ്പോഴും നിങ്ങളെ ഉൾപ്പെടുത്താത്തൊരു സാധനമാണത് ലോജിക്കൽ കൺക്ലൂഷൻ. അപ്പൊ ഏറ്റവും നല്ല രീതി എന്ന് പറഞ്ഞാല് ഇൻഎഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്തിട്ടുള്ള ഒരു കാര്യം പറയാം. ഓക്കെ, എന്നിട്ട് അതിനുള്ള സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം എഴുതാം. അതാണ് ഒരു വൃത്തി. ഈ മെത്തേഡിന്റെ ആ ഒരു കംപ്ലീറ്റ്ലി PE മെത്തേഡ് അല്ലെങ്കിൽ പോലും ഒരു പോയിന്റ് പറയുന്നു, ഒരു എവിഡൻസ് പറയുന്നു, എക്സ്പ്ലനേഷൻ വേണ്ടടുത്ത് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു. ദാറ്റ്സ് എ ഗുഡ് വേ ഓഫ് ആൻസറിങ് ടു ദിസ് ക്വസ്റ്റ്യൻ. എന്നാൽ നിങ്ങൾ പറ, എന്തൊക്കെയാണ് ഇൻഎഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്തിട്ടുള്ളത്? ഷിഫ്റ്റ് മാനേജർ, അവര് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല. വെരി ഗുഡ്. ആര് തമ്മിൽ ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുമോ? കോൺട്രാക്ടറും ഷിഫ്റ്റ് മാനേജറും തമ്മിൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല. യെസ്, ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അത് നമ്മുടെ ലോജിക്കൽ കൺക്ലൂഷനിലാണ് അത് എത്തിയത്, അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ ആണത്. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പൊ സിനാരിയോന്ന് എന്തെടുത്ത് പറയാൻ പറ്റാം? അതിന്റെ ഒരു എവിഡൻസ് ആൻഡ് എക്സ്പ്ലനേഷൻ. ആ സമയത്ത് അദ്ദേഹം ബിസി ആയിരുന്നു മറ്റു വർക്കറെ കൂടെ. കറക്റ്റ്. ആ ഒരു കാര്യം എഴുതി അതിനൊരു മാർക്ക് കിട്ടും. ഓക്കെ, ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ബിറ്റ്വീൻ ദ കോൺട്രാക്ടർ ആൻഡ് ഷിഫ്റ്റ് മാനേജർ. എന്നിട്ട് പറയാം ഹി ഓർ ഷീ. നമ്മളെപ്പോഴും ജനറൽ ന്യൂട്രൽ ആയിട്ടായിരിക്കും നിങ്ങളുടെ സിനാരിയോയിൽ ഉപയോഗിച്ചിട്ട്, നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഉപയോഗിച്ചിട്ട്. അപ്പൊ നമുക്ക് ഷിഫ്റ്റ് മാനേജർ വാസ് ടു ബിസി ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ കോൺട്രാക്ടർ. ഓക്കെ ഓക്കെ, ഗുഡ്. അതൊരു ഇൻഎഫക്റ്റീവ് മാനേജ്മെന്റിന്റെ എക്സാമ്പിൾ ആണ്. അതൊരു ബുള്ളറ്റ് പോയിന്റ്സ് ആക്കിയിട്ട് നിങ്ങൾ എഴുതും, ഒരു മാർക്ക് കിട്ടി. പിന്നെ no proper planning was done. As the contractor arrived, the worker was the front office worker was busy. Yes, So exactly. The project or the activity is not planned well. Okay, that's an example of how they ineffectively managed. Very good. Adil explanation and evidence is also there. Okay, then what? അവിടെ Lack of എന്ത് വർക്കാണ് supervision. ചെയ്യുന്നത്? One by one. Ashik പറയ്, speak up. Ashik. അവിടെ എന്ത് വർക്കാണ് ചെയ്യുന്നതെന്ന് അവിടെയുള്ള വർക്കർക്കും ആർക്കും അവെയർ ആയിരുന്നില്ല. Workers. Okay, see, workers are not aware of the work. But the question is how the SM is ineffectively managed, not about the workers. no induction was given to the contractor on arriving at the site. Yes, by the shift manager. No induction is given by the shift manager to the contractor. That's a good relevant point. The same way ആഷിക്ക് നേരത്തെ പറഞ്ഞത്, അത് നമ്മൾ വർക്കേഴ്സ് ആർ നോട്ട് അവെയർ ഓഫ് ദ റിസ്ക് ആൻഡ് ഹസാർഡ്സ് ഓഫ് ദ വർക്ക് എന്ന് പറയുന്നതിന് പകരം അത് പറയേണ്ടത് the shift manager is not instructed, the shift manager is not informed the workers about the particular work. അപ്പോഴാണ് എന്താവുന്നത്, ക്വസ്റ്റ്യൻ ഉള്ള ആൻസർ ആവുന്നത്. ആഷിക്ക് പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റ് ആണ്.
but that is partial answer. അതിലെന്തില്ല point ഇല്ല. Okay, good. The next. What is your next point? The competency of the worker was not checked by the shift manager before arrival at site. Very good. That's a very good point, because all these questions, all these points are coming from the 1.3 learning objective 1.3. In 1.3, it is mentioned that when you select a contractor, you must verify their competency. So shift manager is failed to check their competency. Shift manager didn't even bother about the contract workers, and he or she allowed the contractor to enter his or her workplace without any checking. Pinne, the next. The task and about the working environment of the organization and the health and safety arrangement must need to explain to the contractor. There's somebody to do it. Yeah, that's almost the same, like induction training is not given. Okay, that's a very good valid point. The next. I mean the arrangements, they already changed the arrangements. Yes, that's a good point. Arrangements are not made for the contractor in advance. They are not prepared for the contractor activity. All workers were busy on their own duties. Okay, good. Then The documentation was not checked. The contractor's method statement or risk assessment, no, there was nothing was there. yes. They are asked to do the job, go and do the job. Yeah, shift manager failed to evaluate the contractor's documents such as JSA, such as risk assessment and other valid permits and all. Okay, that's how they ineffectively managed. Very good. Then what? Effective monitoring of workers not. Yeah, very good point. Shift manager is failed to monitor the activity, supervise the activity. They didn't even check the activity. They assigned an incompetent work to monitor the activity. അതൊക്കെയാണ് നിങ്ങളുടെ എവിഡൻസ്, അതൊക്കെയാണ് നിങ്ങളുടെ എക്സ്പ്ലനേഷൻ. Good point. He not inform the accident about not inform the accident to owner. Yes. Yeah, very good, very good. After the accident, the shift manager was busy on serving the customers. They failed to report the accident. They failed to inform the owner about the accident. Very good. ഷിഫ്റ്റ് മാനേജർ അവരുടെ സേഫ്റ്റി പോളിസി റിസ്ക് അസസ്മെന്റ് PTW ഒന്നും ചെക്ക് ചെയ്തിട്ടില്ല. ഇല്ല. Yes, that's a good point. നേരത്തെ പറഞ്ഞത് നമ്മൾ documents are not checked, verified. പിന്നെ നമുക്കൊരു 10 മാർക്കിനാണ് ഈ for 10 marks നിങ്ങളൊരു I always recommend to write at least 13 or 15 points. At least 13 or 15 points. Make it short. ഒരിക്കലും the quantity of the answer അല്ല important. The quality of the answer is important. So make it concise, make it straightforward, make it short. അതിനെന്ത് ചെയ്യാം, ഒരു മാർക്ക് ഡ്രോ ചെയ്യാൻ പറ്റണം. You have word limit. For 100 marks, you can write maximum 3,300 words for 100 marks. For 10 marks, you can write up to 330 words. For 1 mark, you can write 33 words. 1 mark. ഒരു 20 to 25 വേർഡ്സ് ഉള്ള ഓരോ പോയിന്റ്സുകളാക്കി എഴുതാം. That's a good way of answering.
ഇപ്പൊ നിങ്ങൾ ഒരുപാട് പേര് നല്ല രീതിയിൽ ഓക്കെ. എനി അതർ പോയിന്റ്? The contractor failed to provide safe working equipment to the shift manager failed to provide safe working equipment to the contractor by not isolating the power supply of the coffee machine. Very good. That's a good point. Electrical safety is not considered at all during the work. Okay. The equipment given, the process given, the arrangement given was completely unsafe. Okay, that's how they ineffectively managed. സേഫ്റ്റി മീറ്റിംഗ് നടത്തില്ല പറയാൻ പറ്റൂല്ലേ? യപ്പ്, പറയാൻ പറ്റും. സേഫ്റ്റി മീറ്റിംഗ് എസ്പെഷ്യലി സ്റ്റാർട്ടിങ്ങിൽ നടത്തേണ്ട മീറ്റിംഗ്, ക്ലോസിംഗ് മീറ്റിംഗ്, ഇതൊന്നും നടത്തിയില്ല ഇൻ ബിറ്റ്വീൻ ദ കോൺട്രാക്ടർ ആൻഡ് ദ ഷിഫ്റ്റ് മാനേജർ. ഗുഡ് പോയിന്റ്. അത് അങ്ങനെ തന്നെ പറയണം. ഇപ്പൊ ലൈക്ക് നമ്മുടെ ആൻസർ മാർക്ക് കുറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വി തിങ്ക് ദാറ്റ് വി ഓൾറെഡി മെൻഷൻ ദ കമ്മ്യൂണിക്കേഷൻ ഈസ് പുവർ. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ തിങ്ക് ചെയ്യും ലൈക്ക് do I need to mention again this meeting because I have already mentioned the communication. പിന്നെ മീറ്റിംഗ് പറയണോ? നിങ്ങൾക്ക് പറയാം, കാര്യം ഒരിക്കലും നെഗറ്റീവ് മാർക്ക് ഇല്ല. So you can always add, you can always mention your different aspects or different perspective of your answer. അതെപ്പോഴും കൂടുതൽ മാർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. കാര്യം ആൻസർ സ്കീമിൽ ഒരു പക്ഷേ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളൊരു പോയിന്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു പോയിന്റ് ആയിരിക്കും ലാക്ക് ഓഫ് മീറ്റിംഗ്. അപ്പൊ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് മെൻഷൻ ആ 2 പോയിന്റ്സും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. സിമ്പിൾ. വെരി ഗുഡ്. And the near misses happening in the cafe, that was not properly investigated, and so that is an ineffective way of managing the contractors. Yes. Yeah, that's a good point. Apart from the near miss investigation, all other reactive monitoring techniques are not carried out by the shift manager, and some of the active monitoring techniques are not following by the shift manager. So all these are negative points or ineffectively managed by the shift manager. You can include all such points. Okay, very good. So I'm going to show you the answer. I will always call it as ideal answer. It's not ideal, there is no such thing as ideal, but I will call myself, or I will call this answer as ideal, because you can refer this answer and you can develop your own answer for the next question. Give me a moment. Okay, so this pattern of answer is a good pattern. നിങ്ങൾക്ക് ഇതിനെ ഫോളോ ചെയ്യണം എന്നില്ല. യു ക്യാൻ ഹാവ് യുവർ ഓൺ പാറ്റേൺ, ദാറ്റ്സ് ഓക്കെ, ബട്ട് I appreciate if you can make it this way. കാര്യം this is a good pattern. You are doing examiners job easy. അങ്ങനെ എക്സാമിനേഴ്സ് വളരെ ഈസി ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുമ്പോഴാണ് you will get more marks. Okay, so the point, all points and almost all points are discussed already, but I'm just showing how you can write it in the answer paper. Ineffective planning of contract work. Okay, that's a point. Okay, that point came from logical conclusions. See, and you are going to give the explanation and the evidence for this particular point. Despite receiving information from the owner about the contractor's forest visit to repair the coffee machine, the shift manager failed to respond or effectively coordinate
the visit with the owner. Okay. See, നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു ബോൾഡ് ചെയ്തു. ഏത് ഈ വേർഡ് നിങ്ങളിത് ബോൾഡ് ചെയ്യുന്നതിനാണ് ഐ കാച്ചിങ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ആൻഡ് ഇൻ ബിറ്റ്വീൻ ദ ആൻസർ നിങ്ങൾ വേറൊരു കാര്യം ഇപ്പൊ ഫെയിൽ ടു റെസ്പോണ്ട് ഓർ ഫെയിൽ ടു കോർഡിനേറ്റ്, ഇതും ഇറ്റ്സ് ഓൾസോ ലുക്ക് ലൈക്ക് എന്താണ് അനദർ കീവേഡ് ഓർ അനദർ മേജർ കോർ പോയിന്റ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഹൈലൈറ്റ് ചെയ്യാം. ഇറ്റ്സ് എ ഗുഡ് വേ ഓഫ് മേക്കിംഗ് ദ ആൻസർ വെരി ഐ കാച്ചിങ്. ഓക്കെ. ഇവിടെ ഒന്ന് ബോൾഡ് ആക്കിയിട്ടുണ്ട്, ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബോൾഡ് ആക്കാം. The next, lack of necessary arrangements. The shift manager did not make the required preparation or communicate the arrival of the contract workers to the rest of the staff, resulting in their unawareness of the visit. Inadequate coordination with the contract worker. No induction training was provided. Okay, you can mention this as another point. Okay, let me check. Maybe I might have mentioned it already. Okay, if it is not, you can mention it as another point. Okay, because induction training is കൊടുത്തിട്ടില്ല എന്നുള്ളത്, it's a good relevant valid point. And either you can make it as a bold letters. Induction training was provided to the contractor regarding slip hazards like wet floors and steps connecting seating areas. Failure to communicate site rules. The communication is poor. The correct contractor was not informed, the contract worker was not informed about the general safety rules and regulation in the cafe. Neglecting to address equipment defects. The defective coffee machine was not pointed out to the contract workers and they were left to discover it on their own. Insufficient electrical safety measures. Despite working on commercial electrical appliances, no provision were made to ensure electrical isolation, lack of lockout and tagout system, and there was no PTW system in place. Lack of supervision for high-risk activities. Even though it's a high-risk activity that is included electricity, the shift manager is supervised the activity. Working on a commercial coffee machine, especially by contract workers, poses significant risks. However, the SM failed to provide adequate supervision even after the receiving instruction from the owner. Failure to communicate changes in cafe layout. The contract workers were not informed about the rearrangements of tables and chair, resulting in a lack of awareness of the new layout. Poor cooperation with the contractor. The SM did not make an effort to meet the contract workers, citing being too busy as an excuse. Neglecting assessment of contract workers' competency. The SM failed to assess the qualification, experience, and competency of the contractor workers. There was no review of the safe system of work or risk assessment documents. Inadequate monitoring and site visit. The SM did not ensure regular monitoring or frequent visits to oversee the work of the contract workers. The absence of administrative and engineering control. No administrative control such as barricading the work area, preventing the customer access onto the high-risk area were not implemented. Ignoring workplace assessments and contract workers' competency. Lack of closing meeting or lack of final meeting review. Final review after the work. There is no evidence of closing meeting, although there is no evidence for final review meeting. See, 10 മാർക്കിന് ചോദ്യം ചോദിച്ചു, നമ്മളൊരു 14 റെലവെന്റ് ആൻഡ് വാലിഡ് പോയിന്റ്സുകൾ പറഞ്ഞു. ഓക്കെ. ഇപ്പൊ ഇതില് പറയാത്തതായിട്ടുള്ള പോയിന്റ്സുകൾ ഉണ്ടെങ്കിൽ യു ക്യാൻ ആഡ് ഓൺ ടു ദിസ്. ദാറ്റ്സ് ഓക്കെ. ആൻഡ് ഈ ആൻസർ ഡെവലപ്പ് ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Any doubt regarding this answer? No doubt. No doubt. No. Okay. So
ഇത്രയാണ് ഞാൻ പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. സോ ഐ എം ഗോയിങ് ടു സ്റ്റോപ്പ് ദ റെക്കോർഡിങ്. ആൻഡ് ഈ ലൈവിലിരിക്കുന്നവർ പ്ലീസ് ബി ഓൺലൈൻ. നമുക്ക് എന്ത് ചെയ്യണം, ഇനിയും കുറച്ച് സെഷൻസൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ഓൺ യൂട്യൂബ്. ആൻഡ് if you like the video, hit the like button. പിന്നെ best of luck, best wishes for your examination. Bye.